ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ഹെലന്റെയും ജാസിയുടെയും വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് മുന്നേ ജാസിയുടെ കുറച്ച് ഇന്റർവ്യൂസ് പുറത്ത് വന്നിട്ടുണ്ട്. ജാസി ഈ ഒരു വിഷയത്തിൽ ഭയങ്കര രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഹെലന്റെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തത്, അത് എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായത് എന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. തുണി പൊക്കി കാണിക്കുകയോ അല്ലെങ്കിൽ തുണിയുടെ ബട്ടൺസ് മാറ്റി കാണിക്കുകയോ അതൊന്നും അല്ല. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കരുത്. ഇതാണ് നമ്മളെല്ലാവരും ഉദ്ദേശിച്ചത്. ഇനി ജാസി ചുമ്മാ നടന്ന് മെഴുകിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇത് തന്നെ എന്തിന് നിങ്ങൾ അങ്ങനെ ചെയ്യണം? കാര്യം ഇതിപ്പോൾ ഒരു സ്ത്രീ ആയിക്കോട്ടെ, ഒരു പുരുഷനായിക്കോട്ടെ, അത് അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഏത് രീതിയിലായിരിക്കും അത് എടുക്കുന്നത്? ജാസി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചിട്ട് ഇതൊന്നും വന്ന് ന്യായീകരിക്കാൻ നിൽക്കല്ലേ. ഇത്രയും ദിവസം മിണ്ടാതിരുന്നതാണ്. കാര്യം പറയാൻ മറുപടിയില്ല. ചെയ്ത് തെറ്റാണെന്ന് അറിയാം. എന്നിട്ടിപ്പോൾ ഏതോ ഒരു ഓൺലൈൻ ചാനലിനെ കണ്ടപ്പോഴത്തേക്ക് വന്നിരുന്ന് സംസാരിക്കുവാണ്. അത് സത്യം തന്നെയാണ്. ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത്, വാട്സപ്പ് കോളാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹെലൻ പറഞ്ഞു ഞാൻ പുറത്താണ് നിൽക്കുന്നതെന്ന് അല്ലേ. രണ്ടാമത് നിങ്ങളാണ് നിർബന്ധിച്ച് നിങ്ങളുടെ വീഡിയോ കോൾ ഓണാക്കിയത് അല്ലേ. അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്ത ആരാണെന്ന് ജാസി തന്നെ ഒന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്ക്. സർജറി ചെയ്തത് സത്യമാണെന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെയൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കാണിച്ചു കൊടുക്കുന്നത് അത്ര ശരിയുള്ളൊരു ഏർപ്പാടല്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട, ഇന്ന് കാണാലോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എൻ്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞാൻ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ കണ്ടോ, ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ ബട്ടൺസ് മാറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അതായത് നീ വീഡിയോ ഓൺ ആക്കണ്ട, ഞാൻ വീഡിയോ ഓൺ ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കിയ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് കാണാൻ താല്പര്യമില്ല. ആ ആളുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ് ഈ ഒരു പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എന്നിട്ട് അതിനെ വന്നിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ജാസി മറ്റ് പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു, ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. പറഞ്ഞു പരത്തുന്നതൊന്നുമല്ല. ഹെലൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറെ ആരും പറഞ്ഞു പരത്താനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. നടന്ന സംഭവം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഹെലന്റെ വീഡിയോയ്ക്കകത്തുണ്ട്. അത് ആദ്യം പോയി കാണും. അല്ലാതെ ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഹെലൻ വീഡിയോ ഇട്ടതിന് ശേഷമാണ് എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു, ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് അനാവശ്യമായിട്ട് ഹെലന്റെ പേര് വലിച്ചിട്ടു? ഹെലൻ എവിടെയും വന്നിട്ട് നിങ്ങളെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കാര്യം ഹെലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ഒരിക്കലും ബോട്ടം സർജറി നടത്തത്തില്ല എന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രകടനം കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും തെറ്റിദ്ധരിച്ചു നിങ്ങൾ ബോട്ടം സർജറിയാണ് നടത്തിയത്. കാര്യം അമ്മാതിരി രീതിയിലാണ് നിങ്ങൾ നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ നോക്കിയത്. അപ്പോൾ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹെലൻ വന്ന് വീഡിയോ ഇട്ടത്. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ ബേസിക്കലി അവൾ വലുതായിട്ട് കുറ്റം പറയുന്നില്ല. പക്ഷെ അനാവശ്യമായിട്ട് നിങ്ങൾ വെറുതെ ഹെലനെ വലിച്ചിട്ട് ഹെലൻ സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ റിവീൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു, എന്തൊക്കെയോ നിങ്ങൾ വായി തോന്നുന്ന കുറ്റങ്ങൾ വന്ന് പറയുന്നു. അതൊന്നും അത്ര ശരിയുള്ളൊരു കാര്യമൊന്നുമല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യരും പ്രതികരിക്കും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ പേര് വലിച്ചിടാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് ഹെലനായിട്ട് വന്ന് ഇതെവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇതൊരു കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാക്കിയത്. സർജറി ഞാൻ ചെയ്തത് റെനയിലാണ്. പിന്നെ വിവാദം ആയതുണ്ടായിരുന്നു റെനയില് ജാസി സർജറി ചെയ്തിട്ടില്ല, ജാസി വേറെ എന്തോ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെനയിൽ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഞാൻ സർജറി ചെയ്തത് റെനയിൽ മെഡിസിറ്റി തന്നെയാണ്. നിങ്ങൾ സർജറി ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾ എന്ത് സർജറി ചെയ്തതെന്ന് നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? എന്തിന് ഇത്ര മടിക്കേണ്ട കാര്യം എന്താ? എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ഇതുപോലെ ഇങ്ങനെ സർജറി ചെയ്തിട്ട് അവർ വന്ന് ഓപ്പണായിട്ട് പറയുന്നു. എത്രയോ ഇൻ്റർവ്യൂസ് ഉണ്ട് അവരുടെയൊക്കെ. അവർ കടന്നു പോയ സിറ്റുവേഷൻസ് ഒക്കെ അവർ വളരെ മാന്യമായിട്ട് വന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത് പറയാൻ ഇത്രപോലെ അങ്ങ് മടി? അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക.
അതായത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക. അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. വളരെ നല്ല സർജറി ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ സർജറിയിൽ. പിന്നെ അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ സർജറി അവിടെ ഇല്ല, അല്ലെങ്കിൽ റെനയിൽ ഡൗൺ സർജറി ഇപ്പോൾ ചെയ്യുന്നില്ല. റെനയിൽ ഡൗൺ സർജറി ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നില്ല. കാരണം റെനയിൽ ഡൗൺ സർജറി ഉണ്ടായിരുന്നു. കാരണം റെനയിൽ ബ്രെഡ് സർജറിയും ഡൗൺ സർജറിയും ചെയ്ത ഒരുപാട് ട്രാൻസ് പേഴ്സണെ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ഹോസ്പിറ്റലിനെയും കൂടെ ചീത്തപ്പേരുണ്ടാക്കുന്ന പരിപാടിയാണ് കാണിച്ചത്. അതായത് ബോട്ടം സർജറി ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു ജാസിയുടെ പെർഫോമൻസ്. അത് ജാസി എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? അല്ലാതെ ഇവിടെ ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല ഇത്. ജാസി ഇപ്പം നേരെ കംപ്ലീറ്റ്ലി അങ്ങ് തിരിയുവാണ് കാര്യങ്ങൾ. എന്താണ് വന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഉള്ള കാര്യം പറയാറില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുനിന്നൊക്കെ? സർജറി എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ടൊരു കാര്യമാണോ? ഇതൊക്കെ വെച്ചിട്ട് കള്ളത്തരങ്ങൾ കാണിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയണത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ട്രെയിനിന്നാണ് ചില ആൾക്കാരൊക്കെ ഡൗണും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് അനന്യയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഡൗൺ സർജറി നിർത്തി വെച്ചിരിക്കുന്നത്. ഭാവിയിൽ വീണ്ടും ഡൗൺ സർജറി അവിടെ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് ഇപ്പം ഞാനൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഇന്ന സർജറി ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എങ്കിൽ പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് കാണിക്കുക, അതാണ് ഒരു അന്തസ്സ്. അതുപോലും ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു സർജറി ചെയ്തിട്ടുണ്ടെന്ന്? ഇപ്പം കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ടോപ്പ് സർജറി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായിട്ട് പോലും നിങ്ങളുടെ വായും കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാന്നേ ഉള്ളൂ നിങ്ങൾ കാണിക്കുന്നത് മുഴുവനും കള്ളത്തരമാണ് എന്ന്. എന്തിനാ ജാസി ഇങ്ങനെ വന്നിരുന്നിട്ട് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്? അറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. ഇതാണ് ജാസി പണ്ട് ആണായിരുന്നല്ലോ, ഇപ്പൊ ഇതായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, എന്ത് മണ്ടത്തിലാന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് പെൺകുട്ടിയോട് അങ്ങനത്തെ ഒരു തോന്നൽ ഒരു സെക്കൻഡ് പോലും ഒരു തോന്നൽ വരില്ല. നമ്മൾ അവരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കണമെങ്കിൽ പോലും അതത്ര ശരിയല്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ കാണിക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയായിട്ടാണോ ജാസി കരുതുന്നത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ വേറൊരു രീതിയിലുള്ള ഫീലിങ്സ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ട് കാണിക്കുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങേറ്റം ചെറ്റത്തരമാണ്. അതൊന്നും ഒരിക്കലും ഒരു മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ജാസി ഒരിക്കലും പൂർണ്ണമായി സ്ത്രീ ആയിട്ടില്ല. ജാസി സ്റ്റിൽ ഒരു പുരുഷൻ തന്നെയാണ്. അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കുന്നത്? അപ്പോൾ ഒരു പെൺകുട്ടിക്ക് നമ്മളെ ശരീരഭാഗം കാണിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരോടൊരു ഫീലിങ്സും വരാൻ പോകുന്നില്ല. എന്തായാലും ഫീലിങ്സ് നല്ല രീതിയിൽ ഹെലൻ്റെ ഭാഗത്ത് നിന്ന് വരുത്തി തന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ മേടിച്ചിട്ട് മിണ്ടാതെ അങ്ങ് ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇനി പറയാൻ വേറെ മറുപടിയില്ല. പോരെ തന്നെ ഇന്നലെ ജാസിയുടെ പുതിയൊരു സംഭവം കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. റിസോർട്ടിൽ അങ്ങാണ്ട് പോയിട്ട് അവിടെ കിടന്ന് ബഹളം വെച്ചു. അവിടെ ഉള്ളൊരു എന്തോ കൊച്ചു കുട്ടിയുടെ അങ്ങോട്ട് വീട്ടിൽ ചെന്ന് ആ കൊച്ചു കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. അവരെ ആ കുട്ടിയുടെ അമ്മയൊക്കെ കൊണ്ടുപോയി ജാസിയുടെ പേര് കേസ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കൊടുത്തു എന്ന് ചിലവർ പറയുന്നത്, കൊടുക്കാൻ പോകുമെന്നൊക്കെ പറയുന്നത്. എന്ത് തന്നെ ആയാലും ജാസിയുടെ സമയം നല്ല ബെസ്റ്റ് സമയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അനാവശ്യമായിട്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ കിടന്ന് കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ആദ്യമേ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് നാട് നിങ്ങളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം പിന്നെ സർജറിയുടെ പേരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ കൂടെ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ടല്ലോ, ശ്രീലക്ഷ്മി. പുള്ളിക്കാരത്തി കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് ജനങ്ങൾ മൊത്തം കണ്ടതാണ്. അപ്പം പിന്നെ അരം കൂടെ ചേരുമ്പം പിന്നെ കിന്നാരം ആയിക്കോളും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.